ഗൈസ് അപ്പോൾ ഇന്ന് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇത് നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്ന സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഹ്യൂജിൻ്റെ ഒരു 14,500 രൂപ 15,000 കൂട്ടാം 15,000 രൂപയുടെ ഒരു സൈക്കിളാണ്. അപ്പോൾ ഈ സൈക്കിളിനെ കുറിച്ചുള്ള കുറച്ച് റിവ്യൂവും കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളും എൻ്റെ റൈഡിങ് പൊസിഷന് എനിക്ക് റൈഡ് ചെയ്തിട്ട് എനിക്കുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളും എല്ലാം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ഇൻട്രോ പോയി കണ്ടിട്ട് പോവാം. പിന്നെ നമ്മുടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഹ്യൂജിൻ്റെ സൈക്കിളാണ്. അപ്പോൾ അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു ഹ്യൂജാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളും എല്ലാം ഞാനിന്നിപ്പോൾ പറഞ്ഞുതരാം. അപ്പം ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ ഞാൻ ഈ സൈക്കിള് ഒരു ക്രോമിൽ നോക്കി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലും അല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഞാൻ ഓടിച്ചിട്ട് ഇതെനിക്ക് ഈ വണ്ടി രാവിലെ കിട്ടിയത്. അപ്പോൾ ഉച്ചവരെ ഞാനിതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്നു. അപ്പം എനിക്ക് ആ ഒരു ഫീലിൽ ഇത്ര നേരം ഞാൻ നേരത്തെ ഓടിച്ചിട്ടുണ്ട്, എന്നാലും ആ ഒരു രീതിയിൽ എനിക്ക് ഉണ്ടായ കുറച്ച് ഫീലും കാര്യങ്ങളുമാണ് ഞാനിന്ന് പറയുന്നത്. അല്ലാതെ ഇതിപ്പോൾ ഞാൻ ഈ സൈക്കിളിനെ കുറിച്ച് ഫുള്ളും പഠിച്ചിട്ട് എനിക്കിതിൻ്റെ ഹൈറ്റൊക്കെ എത്രയാണെന്ന് എനിക്ക് കൃത്യം അറിയത്തില്ല. എന്നാലും എൻ്റെ ഒരു ഹൈറ്റ് വെച്ച് ഞാൻ നിങ്ങളെ അത് കാണിച്ചു തരാം. പിന്നെ ആദ്യം തന്നെ ഇതിൻ്റെ അകത്തോട്ട് പോകുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ബാക്കിൽ 7 ഗിയറാണ് നമുക്ക് ഈ സൈക്കിളെ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഇവിടുന്ന് ഒരു 7 ഗിയർ. പിന്നെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 3 ഗിയറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ വേറെ ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ റയർ ബ്രേക്ക് വന്നേക്കുന്ന ഡിസ്ക്കാണ്. പിന്നെ ഫ്രണ്ട് ബ്രേക്കും വന്നേക്കുന്നത് നമുക്ക് ഡിസ്ക് ബ്രേക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിന് ഫ്രണ്ട് സസ്പെൻഷനൊക്കെ ഉണ്ട്. പിന്നെ സെൻട്രൽ ഷോക്കില്ല. പിന്നെ നമുക്കിതിൻ്റെ ഗിയറിൻ്റെ ഭാഗത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന ഒരു ബ്രേക്കും ഇത് ഗിയർ ഡൗണിങ്ങും ഇത് ഗിയർ അപ്പ് ഇങ്ങനെ നമുക്ക് മണ്ടയിലോട്ട് ഷിഫ്റ്റ് കയറ്റുന്ന ഒരു സിസ്റ്റവും. ഇതുപോലെ തന്നെ ഫ്രണ്ടിലും ഇത് ഗിയർ മണ്ടയിലോട്ട് ഈ ഫസ്റ്റ് എന്ന് പറയുന്ന ഗിയറാണ് നമ്മുടെ ഈ കിടക്കുന്നത്, ഈ ഏറ്റവും താഴെ കിടക്കുന്ന ഈ കുഞ്ഞത്. പിന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ഗിയർ ഇത് ഏറ്റവും താഴെ ഇട്ടിട്ടും ഈ ഒരു ചെയിൻ നമ്മുടെ ഈ മണ്ടയിലത്തെ ഒരു ഫ്രീ വീലിലും ഇട്ടിട്ടാൽ നമുക്ക് ഇച്ചിരി കൂടെ എളുപ്പത്തിൽ സൈക്കിൾ ഓടാൻ പറ്റും. അതിപ്പോൾ നമുക്ക് ഏവർക്കും ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഗിയർ സൈക്കിളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ സ്റ്റോക്ക് അറിയാം. പിന്നെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഈ ഒരു ഭാഗത്തിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഷേപ്പ് എല്ലാ സൈക്കിളിൻ്റെ ഇവിടെ നിന്ന് ഒരു നേരെയുള്ള ഒരു കമ്പി വരുന്നത്. നമുക്കിതിന് ഇച്ചിരി കൂടെ വേറെ ഒരു ഷേപ്പിലാണ് നമുക്ക് ഈ ഒരു വണ്ടി തന്നിരിക്കുന്നത്. സ്ലിമ്മായിട്ടൊക്കെ ഇവിടെ വന്നിട്ട് പെട്ടെന്നൊരു വീതിയൊക്കെ കൂട്ടി വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ സൈക്കിളിൻ്റെ ഫ്രണ്ട് ഭാഗത്തോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഹാൻഡിലിങ് വന്നതെന്ന് വെച്ചാൽ ഒരു കയറി ഇരിക്കാൻ നേരത്ത് തന്നെ ഞാനിത് കയറിയെന്ന് കാണിക്കാം. അപ്പം കയറി ഇരിക്കാൻ നേരത്ത് തന്നെ നമുക്ക് ഈ ഒരു റേഞ്ചിൽ, അതായത് ഭയങ്കര വൈഡല്ല എന്നാലും ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഇച്ചിരി കൂടെ ഓഫ് റോഡിങ് ഒക്കെ ചെയ്യാൻ നല്ലൊരു ഇത് തരുന്നുണ്ട്. പിന്നെ ഗിയർ മാറ്റുന്നതിൻ്റെ ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ നല്ല രീതിയിൽ അടിച്ച് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റാം. പിന്നെ എൻ്റെ ഈ സൈക്കിൾ ഓടിച്ചിട്ട് എനിക്കൊരു പോരായ്മ എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഗിയർ ഇങ്ങനെ ഡൗൺ ചെയ്ത് വിടാൻ എന്നിട്ട് ഇങ്ങനെ ചെയിൻ കിടന്ന് ഇങ്ങനെ ടപ്പ് ഇടിക്കുന്ന ഒരു ഫീൽ നമുക്ക് ഈ സൈക്കിളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഗിയർ ഇങ്ങനെ മണ്ടലോട്ട് നമ്മൾ ഇങ്ങനെ ലോയിലോട്ടൊക്കെ, അതായത് ഫസ്റ്റ് ഗിയറൊക്കെ ഇപ്പോൾ 7ാമത്തെ ഗിയറൊക്കെ ഇടുന്നിട്ട് പെട്ടെന്ന് ഫസ്റ്റ് ഗിയറൊക്കെ ഇടാൻ നേരത്ത് നമുക്കിതൊരു കയറി വരാൻ നമ്മൾ ഈ ഒരു തള്ളവെള്ളം കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് പിടിക്കേണ്ട അതൊക്കെ ഇച്ചിരി ഒരു പോരായ്മ. അതായത് പെട്ടെന്നൊരു ഫസ്റ്റൊക്കെ ആക്കണമെന്ന് നോക്കുവാണെങ്കിൽ അത് ഇച്ചിരി മടുപ്പായിട്ടൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഈ വണ്ടി ഈ കോലത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മേടിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷം അടുക്കാറായി. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഇവിടുത്തെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ സീറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഇച്ചിരി ഇതൊക്കെ ഈ ഒരു പച്ച മിന്നാമിനിങ് കളറിലൊക്കെ ഇവിടെ വന്നതാണ്. അപ്പോൾ അതെല്ലാം ഇച്ചിരി മങ്ങിപ്പോയിട്ടുണ്ട്. പിന്നെ പെയിൻറ്റിൻ്റെ ഇതിപ്പോൾ ഒരു വർഷമായിട്ട് തന്നെ ഇതിൻ്റെ പെയിൻറ്റിൻ്റെ കാര്യത്തിൽ വലിയ ക്വാളിറ്റി എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ കണ്ടോ ഈ ഒരു കളറിൽ ഈ ഒരു ഭാഗത്തിരിക്കുന്ന കളറിൽ ഇവിടെ ഫുള്ള് വരുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം ഒരു വെള്ള കളറ് ഇവിടെ കൂടി വരുന്നുണ്ട്. ഇവിടുത്തെ സ്റ്റിക്കറും ഗ്രാഫിക്സും കാര്യങ്ങളും എല്ലാം പോകുന്നുമുണ്ട്. പിന്നെ ഈ പെടലിൻ്റെ ഇതൊരു ഓഫ് റോഡിങ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നല്ല രീതിയിൽ ഗ്രിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ ഒരു പിടിക്കാൻ നേരത്ത് നമുക്ക് കൈയുടെ ഇവിടെ ഒന്നും നമുക്ക് വേദന എടുക്കുകയില്ല, പക്ഷേ നല്ല ഗ്രിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. പക്ഷേ നമ്മളൊക്കെ നേരെ ഈ പെടലിൻ്റെ ഭാഗത്തോട്ട് പോയാൽ നമുക്ക് അത്രയും ഗ്രിപ്പ് തരുന്നില്ല. ഇപ്പോൾ മിക്ക ഓഫ് റോഡ് സൈക്കിളും വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പെടലിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു മുള്ളു പോലത്തെ ഇച്ചിരി ഗ്രിപ്പൊക്കെ ഒരു കമ്പിയുടെ കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇതവരുടെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ. കാരണം ഈ ഒരു ചവിട്ടാൻ നേരത്ത് നമ്മളിപ്പോൾ ഒരു ഓഫ് റോഡിങ്ങിന് പോയിട്ട് നമ്മളിപ്പോൾ ഒരു കട്ടറിൽ നിന്ന് വേറെ ഒരു കട്ടറിലോട്ട് എടുത്ത് ചാടാൻ നേരത്ത് നമ്മുടെ കാലിൽ നിന്ന് വണ്ടി ഇങ്ങനെ തെറിച്ചു പോകുന്ന ഒരു ഫീൽ ഉണ്ടാകുന്നുണ്ട്. അപ്പം നമുക്കിനി അടുത്ത ഇതിലോട്ട് പോകാമെന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ ഇവിടെ
ബാക്ക് ബ്രേക്കും നമുക്ക് ബാക്ക് ടയറും എല്ലാം നമുക്ക് ഒരു ഇച്ചിരി കൂടെ ഒരു ഇത് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ഈ ടയറിൻ്റെ ഇവിടുന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഈ ടയറിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 26 ഇഞ്ചാണ്. അപ്പം ഈ ടയർ കാണുമ്പോൾ തന്നെ അറിയാം, ഇപ്പോൾ ഇത് 1 വർഷമായിട്ട് പോലും ഇതിൻ്റെ ഈ ടയറിൻ്റെ ഗ്രിപ്പും കാര്യങ്ങളും ഒന്നും വലിയ രീതിയിൽ ഇത് കുറഞ്ഞിട്ടില്ല. വലിയ ഈ വണ്ടി ഇവർ പാളിക്കാരും കോർണർ ചെയ്യാനൊന്നും ഇവർ വലുതായിട്ട് എടുക്കുന്നില്ല. പിന്നെ നമുക്ക് എന്നാ ഈ സൈക്കിളിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ ഇത്രയും ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ വണ്ടി നല്ല രീതിയിൽ കോർണർ ചെയ്യാൻ നല്ല കോൺഫിഡൻസ് ഈ വണ്ടി തരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഷോക്ക് നമുക്കിവിടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുന്ന ഒരു സിസ്റ്റം ഇതിന് വരുന്നില്ല. അപ്പം നമുക്ക് എന്നാ ഈ വണ്ടി ഇപ്പോൾ ഒരു കോർണർ ചെയ്യാൻ നേരത്ത് പെട്ടെന്നൊരു ഇങ്ങനെ കോർണർ ചെയ്യാൻ നേരത്ത് ഈ ഒരു കുത്തൽ വരുന്നുണ്ട് നമ്മുടെ വണ്ടി പെട്ടെന്ന് ഒരു കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകുന്ന കാര്യം, പെട്ടെന്ന് നമ്മുടെ കൺട്രോൾ വിട്ടു പോകുന്നത് നമുക്ക് ശരിക്കും എന്നാ ഇതിൻ്റെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ ഒരു ലോക്കും കൂടെ ഇവർ കൊണ്ടുവരേണ്ടതായിരുന്നു. പിന്നെ നമുക്ക് അടുത്ത സീറ്റിൻ്റെ സോഫ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു 15,000 രൂപയ്ക്കൊക്കെ ഒരു സൈക്കിൾ മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു റൈഡിങ്ങിൻ്റെ ഒരു ഇതിപ്പോൾ ഒരു നല്ലൊരു സുഖമാവേണ്ട കാര്യമാണ്. പക്ഷേ ഇവർ ആ സീറ്റിൻ്റെ കാര്യം ഇവർ ചുമ്മാ തട്ടിക്കൂട്ടി ഉണ്ടാക്കി. ഫിനിഷിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട്, പക്ഷേ എന്നാ ഒരു ഫിനിഷിങ് കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇത് കയറിയിരിക്കാം, നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ ഇത് സോഫ്റ്റാണ്. ഇങ്ങനെ പിടിച്ചാലേ അത് നിങ്ങുള്ളൂ. പിന്നെ നെക്സ്റ്റ് നമുക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സൈക്കിളിൻ്റെ നമുക്ക് ഈ സീറ്റേ കയറി ഇരിക്കാൻ നേരത്ത് നമുക്ക് ഈ പോകുന്ന ബാക്ക് പെയിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാകാറുണ്ട്. പിന്നെ ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഇത്രയാണ് റൈഡിങ്ങിൻ്റെ എൻ്റെ ഒരു ഹൈറ്റ് വെച്ച് വണ്ടി ഇത്രയാണ്. നമ്മളെല്ലാ സൈക്കിളിലും ഈ ഒരു റേഞ്ചിലാണ് നമ്മളെല്ലാ സൈക്കിളും. ഇപ്പോൾ എൻ്റെ ഒരു സാധാ ഒരു സൈക്കിളാണ്, എൻ്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിലാണ്. ഇന്നലെ ഞാനൊരു റിവ്യൂ എടുക്കാൻ പോയായിരുന്നു ഒരു പൊടിമറ്റം വരെ. അപ്പം അവിടുത്തെ ഒരു സൈക്കിൾസ് ഞാൻ റിവ്യൂ എടുക്കാൻ പോയപ്പോൾ അവിടുത്തെ ഒരു കൊച്ചിൻ സൈക്കിൾസാണ്. അപ്പം നിങ്ങൾക്ക് ആ സൈക്കിൾ ഏതെങ്കിലും സൈക്കിൾ മേടിക്കാൻ ആരെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളത് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇടാം, അപ്പോൾ അവരെ വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ അത് ഞാൻ പറയാൻ കാരണം ഇന്നലെ പോയപ്പോൾ ഒരു സൈക്കിളുണ്ട്, അത് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇന്നലെ പോയപ്പോൾ ഒരു സൈക്കിളുണ്ട്, ആ സൈക്കിളിൻ്റെ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും ഇവിടെ. അപ്പോൾ നമുക്ക് ഈ ഒരു കോർണറൊക്കെ ഇങ്ങനെ ചെയ്യാൻ നല്ലൊരു ഫീലാണ് നമുക്ക്. പിന്നെ ഈ വണ്ടിയുടെ റൈഡിങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഒരു ഹാൻഡിൽ വരും ഇങ്ങനെ. നമ്മുടെ എല്ലാ സൈക്കിളിൻ്റെ എൻ്റെ ഒരു സൈക്കിളിൻ്റെ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിലാണ്. അവിടെ നിന്ന് ഇച്ചിരിയും കൂടി ഇങ്ങനെ ഒരു ഓടിക്കാൻ നേരത്തെ തന്നെ ഇങ്ങനെയാണ് ഞാൻ ഇരിക്കുന്നത്. ഞാനത് ശരിക്കും ഒരു കാണിച്ചെടുക്കുക ഇതുണ്ട്, ഇങ്ങനെയാണ് ഞാൻ ആ സൈക്കിളിൽ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇച്ചിരി കൂടി ഒരു സ്പോർട്ടി ലുക്കിൽ എനിക്കിരിക്കണം. പിന്നെ ഇത് ഒത്തിരി ഓടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ നമുക്ക് പെയിൻ എടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് ലോങ് ഒന്നും ഓടിക്കാൻ ഈ സൈക്കിൾ അത്ര കംഫോർട്ടല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് എന്നാ ഒരു ഓഫ് റോഡിങ്ങിനൊക്കെ ഇറക്കിയ ഒരു സൈക്കിൾ, ട്രാവലിങ്ങിന് അത്ര സുഖമായിട്ട് എനിക്കിതുവരെ തോന്നുന്നില്ല. ഇന്നലെ ഓടിച്ചതിൽ എനിക്ക് കുറേ ഓടിച്ച് കഴിയുമ്പോൾ തന്നെ എൻ്റെ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ പെയിൻ ഉണ്ടാകുന്നു. കാരണം നമ്മൾ ഇങ്ങനെ പിടിക്കാൻ നേരത്ത് നമ്മുടെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ബലം പോകുന്നത്. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ വേദന എടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഈ സൈക്കിളിനെ കുറിച്ച് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ സൈക്കിളിൻ്റെയൊക്കെ ഗിയർ ഷിഫ്റ്റിംഗ് ഒരെണ്ണം വന്നിരിക്കുന്നത് ഇവിടെയാണ്. അപ്പം ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റർ വന്നിരിക്കുന്ന ഷിമാനോയുടെ കമ്പനിയാണ്. ഇപ്പം നമ്മൾ ഏത് ഗിയർ, ഇപ്പോൾ ഒരു സാധാ സൈക്കിളിൽ തന്നെ ഒരു ഗിയർ ആഡ് ചെയ്യാനൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഷിമാനോയുടെ ഒരു ഗിയർ സെറ്റാണ് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ നമുക്ക് ഈ സൈക്കിളിൻ്റെ ഈ ഗിയർ നട്ട് വലിയ തട്ടും കാര്യങ്ങളും വരാതിരിക്കാൻ വേണ്ടി നമുക്കിവിടെ ഒരു സ്ക്രാച്ച് ഗാർഡ് പോലത്തെ ഒരു സാധനം കിട്ടുന്നുണ്ട്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഒരു നല്ല ഒരു സംഭവം. കാരണം ഇതിപ്പോൾ നമ്മളൊരു ഒരിടത്ത് കൊണ്ട് ചാരി വെക്കാൻ നേരം സ്റ്റാൻഡിൽ നിന്ന് പോകുന്നോ അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു പെട്ടെന്ന് മറിഞ്ഞ് വീഴുന്ന ഒക്കെ ഉണ്ടെങ്കിൽ ഈ സാധനം നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലും വന്നേക്കുന്നത് പറഞ്ഞാൽ ഇത് ഷിമാനോടെ തന്നെ ഒരു ഗിയർ ഷിഫ്റ്ററാണ് ഇതിൻ്റെ ഈ ഫ്രണ്ടിലും വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഷിമാനോ എന്നൊക്കെ ഇവിടെയും ഉണ്ട്, നമുക്ക് ഷിമാനോ എന്നൊക്കെ എഴുതിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഹ്യൂജിൻ്റെ ഒരു സൈക്കിളിൻ്റെ ഗ്രാഫിക്സും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊക്കെ ഗ്രാഫിക്സിൻ്റെ കാര്യത്തിലും പെയിൻറ്റിൻ്റെ കാര്യത്തിലും ഒക്കെ പിന്നെ ക്വാളിറ്റി എന്ന് പറയാൻ കൊള്ളത്തില്ല, പക്ഷേ ഒരു ഇച്ചിരിയും കൂടെ കാണാൻ ഒരു എടുത്ത് വെക്കുന്ന ഇത് ഫീൽ കൊണ്ടുവന്നുണ്ട്. പിന്നെ ഈ സൈക്കിളിൻ്റെ ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ തന്നെ നമ്മളിത് ഏറ്റവും സീറ്റ് ഇപ്പം മാക്സിമം ഇപ്പോൾ താന്ന് കിടക്കുക. ഇപ്പം ഇങ്ങനെ നമ്മൾ സീറ്റ് ഇങ്ങനെ പൊക്കി വെച്ചാലും ഇതണ്ടേ ഈ ഒരു റേഞ്ച് മാക്സിമം പൊക്കുന്ന നമുക്ക് ഈ ഒരു റേഞ്ച് വരെ ഇതണ്ടേ ഈ ഒരു റേഞ്ച് വരെ ഇവിടം വരെ നമുക്ക് സീറ്റ് പോക്കാൻ പറ്റും മാക്സിമം. അപ്പം ഇത് കഴിഞ്ഞാൽ സീറ്റ് ഉഴിപ്പോരും.
അപ്പോൾ നമുക്കിതിപ്പോൾ ഏറ്റവും കമ്പനിക്കാർ തന്നെ ഏറ്റവും കുറച്ച് ഇവിടെ ഇതിങ്ങനെ വെച്ചേക്കുക. അപ്പം ഈ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് നോക്കാൻ നേരത്ത് ഈ ഒരു ഭാഗവും ഈ ഹാൻഡിലിൻ്റെ ഭാഗം ഏതാണ്ട് ഒരേപോലെയാണ്. നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തു നിന്ന് നേരെയാണ് ഹാൻഡിൽ വരുന്നത്. അപ്പം ഇതിന്ന് ഞാനിവിടെ ഈ ഒരു റൈഡിങ്ങിൻ്റെ ഒരു ഫീൽ ഞാനിവിടെ നിന്ന് റൗണ്ട് അടിച്ച് കാണിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഒക്കെ ഒരു ഇത് കാണിക്കാം. അപ്പോൾ ബാഗ് ഉള്ളതുകൊണ്ട് ശരിക്കും കാണത്തില്ല. ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു. ഞാനെന്നാൽ ഈ ഒരു ഇത്രയും ഭാഗമുള്ളൂ. അതിപ്പോൾ ഞാൻ റൂട്ടിൽ കൂടി ഇറക്കാൻ പോയാൽ നിങ്ങൾ ക്യാമറയിൽ കാണിച്ചു കൊടുത്തോ. ഇതുണ്ട്, ഇതിനെ മൊത്തം കാണാതെ കയറ്റിക്കൊണ്ട് വന്നപ്പോൾ ഇതേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. അപ്പം ഞാൻ ഇതിലൊന്ന് റൗണ്ട് അടിച്ചാണെങ്കിൽ അപ്പം ഞങ്ങൾക്ക് അറിയാം ഞാൻ ഇരിക്കുന്നതിൻ്റെ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. അപ്പം ഇതുണ്ട്, നമുക്കിത് ഏറ്റവും ലോ ഇടുമ്പോൾ തന്നെ ഞാൻ ഒറ്റ ചവിട്ടി തന്നെ വണ്ടി മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് ഇച്ചുകൊണ്ട് നിന്നല്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇത് കാണിച്ചു തരാം. റൈഡിങ്ങിൻ്റെ ഒരു ഇച്ചിരിയുടെ നല്ലൊരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. ഞാനിപ്പോൾ ഓടിക്കാൻ നേരത്തൊക്കെ നല്ല എൻ്റെ ഹാൻഡിലിങ് എല്ലാം കണ്ടോ നല്ലൊരു, നമ്മളിപ്പോൾ കൈ വിട്ട് വരുന്ന ഈ സൈക്കിൾ നല്ലൊരു സ്റ്റെബിലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കിത് തിരിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ ഇച്ചിരി ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ ഇച്ചിരി നല്ല ഈ സൈക്കിൾ. അപ്പോൾ എനിക്കിപ്പോൾ ഇത്ര ഹൈറ്റുള്ള എന്നാലും ഞാനിത് എങ്ങനെയൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടിയെടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഈ സൈക്കിൾ നമുക്ക് ഇച്ചിരി കഴിയുമ്പോൾ അങ്ങോട്ടൊക്കെ ഒന്ന് ഇറക്കി ഞാൻ കുറച്ച് ഷോട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. അപ്പോൾ ഇന്ന് ഞാൻ ഇതിൻ്റെ ഫുള്ള് റിവ്യൂ എടുത്തെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ഹാൻഡിലിങ്ങിൻ്റെ ക്ലിപ്പ് കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. അങ്ങനെ ഇതിൻ്റെ ഹാൻഡിലെ ക്ലിപ്പ് വന്നേക്കുന്നത് ഇവിടെ ഒരു LNG സിസ്റ്റം വന്നേക്കുന്നത്. അതായത് ഇവിടുന്ന് ഇച്ചിരി കൂടി ഒരു നല്ല 2 ഇത് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇവിടുന്നൊക്കെ ഇച്ചിരി കാണാൻ ഇച്ചിരി പ്രീമിയം ലുക്കിൽ ഇവിടെയൊക്കെ ഒരു ലോക്കായിട്ടൊക്കെയാണ് ഇതിൻ്റെ ഹാൻഡിൽ വന്നേക്കുന്നത്. ഒരു ഫ്രണ്ടിൽ നിന്നുള്ളൊരു ഷോട്ട് കാണിക്കുവാണെങ്കിൽ ഇതുണ്ട്, ഇവിടെ രണ്ടിടത്തും ഒരു നല്ല ഒരു ഇത് രണ്ടും ഒറ്റ ഒരു പീസ്, ആ പീസും കൊണ്ട് ഇങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സിസ്റ്റമാണ് കാണിക്കുന്നത്. ഇത് ഈ സൈക്കിൾ ഫുള്ളും അല്ലെങ്കിൽ. പിന്നെ ഈ സൈക്കിളിന് പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വേണ്ടേ, ഞാൻ ഇതിൻ്റെ ഇത് ലിപ്പ് ഇറങ്ങുന്ന എല്ലാ മിക്ക സൈക്കിളിനും നമുക്കിവിടെ ഇങ്ങനെ ഒരു സീറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് ലോക്ക് ചെയ്യുന്ന പോലത്തെ ഒരു ലോക്കറാണ് വന്നേക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് 15-12 സ്പാൻഡറിട്ടാണ് നമുക്കിത് പിടിക്കേണ്ടി വരും ഇതൊന്ന് അഴിക്കണമെങ്കിൽ. പിന്നെ അപ്പോൾ ഇതിൻ്റെ ഷോക്ക് ഞങ്ങളിത് വലിയ ഓയിലൊന്നും ഒഴിച്ച് സെറ്റാക്കുന്നുണ്ട്. ഇത്ര ആക്ഷനുള്ള അത് ഇച്ചിരിയും കൂടെ ഓയിലൊക്കെ ഒഴിച്ച് നേരെ സെറ്റാക്കുവാണെങ്കിൽ ഇത് നല്ല രീതിയിലൊരു നല്ല റെസ്പോൺസ് നമുക്ക് ഷോപ്പിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി കുറച്ച് ഷോട്ടും കൂടി എടുത്തിട്ട് ഈ വീഡിയോ എടുക്കാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേക്കല്ലേ. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് അമർത്തിയേക്ക്. അപ്പം ഇനി കുറച്ച് ഷോട്ട് എടുത്ത് കാണിക്കാം. You're never gonna make it, you're not good enough. There's a million other people with the same stuff. You really think you're different? Man, you must be kidding. Think you're gonna hit it, but you just don't get it. It's impossible, it's not probable, you're irresponsible. Too many obstacles, you gotta stop it, yo. You gotta take it slow, you can't be a pro, don't waste your time no more. Who the fuck are you to tell me what to do? I don't give a damn if you say you disapprove. I'm gonna make my move, I'm gonna make it soon. And I'll do it cause it's what I wanna fucking do. Cause all these opinions and all these positions, they come in millions, they blocking your vision. But no, you can't listen, that shit is all fiction. Cause you hold the power as long as you're dreaming. There's no way that you make it. And maybe you can fake it, but you're never gonna make it. Aren't you just gonna take that? Make them take it all back. Don't tell me you believe that. Aren't you just gonna take that? Or will you fucking fight back?